ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ എൻ്റെ മുടി വെട്ടാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല, ഇപ്പോൾ ഞാൻ കുറച്ച് ഹെയർ കെയർ ചലഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഷോർട്സിലൂടെ. അപ്പോൾ അതിന് മുൻപ് ഇതൊന്ന് വെട്ടിപ്പരിവാക്കാമെന്ന് കരുതി. കാരണം ഭയങ്കര മുടി ഭയങ്കര തിന്നായിട്ടും ഹെയർ ഫോളും അതുപോലെ തന്നെ ഭയങ്കര തിന്നായിട്ടും ഭയങ്കര ഹെയർ ഫോളൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതും ഇനി കൂടുതൽ പണിതെടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ടൊന്ന് അപ്പോൾ ഇതും ഇനി കൂടുതൽ പണിയെടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ എന്നാലും മുടി മുറിക്കാമെന്ന് കരുതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുടി മുറിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ഈ ഹെയർ കട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രത്യേക ഒരു സംഭവമാണ്. കാരണം ഞാനങ്ങനെ ഒരുപാട് വട്ടമൊന്നും അങ്ങനെ മുടി ഇങ്ങനെ മുറിച്ച് പരീക്ഷിക്കുന്ന ഒരാളല്ല. അതായത് ഹെയർ കട്ടൊന്നും അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല. കല്യാണത്തിന് മുൻപ് ഒരു വട്ടം ഹെയർ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ട് ഒരു വട്ടം ഹെയർ കട്ട് ചെയ്തപ്പോൾ അപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇയർ കഴിഞ്ഞ് പിന്നത്തെ അടുത്ത ഇയർ ഉണ്ണിയായി കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ ഫസ്റ്റ് ഇയറിന് മുൻപ് വീണ്ടും ഭയങ്കര ഹെയർ ഫോളും പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് പോയിട്ട് ഹെയർ കട്ട് ചെയ്തു. വീണ്ടും പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3ാമത്തെ വട്ടമാണ് ഞാൻ ഹെയർ കട്ടിന് പോണത്. അല്ല, 4ാമത്തെ വട്ടമാണ് ഹെയർ കട്ടിന് പോണത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് വീണ്ടും ഒരു ഹെയർ കട്ടിന് വേണ്ടിയിട്ട് പോണത്. പക്ഷേ ഈ വട്ടം എന്തായാലും പ്രഗ്നൻ്റ് ആവില്ല. എന്നാലും ബാക്കിലോട്ട് ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പം മുടി കിട്ടിയാലും നെക്സ്റ്റ് മന്ത് നമ്മൾ വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ ഹെയർ കെയർ ഒന്നിനും പറ്റില്ല. ഹെയർ കെയർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഹെയർ കട്ട് നോക്കുക. അപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്ലാറ്റ് ആവും. അപ്പോൾ പിന്നെ ഈ വട്ടം പോയിട്ടൊന്ന് ചെയ്യാമെന്ന് കരുതി. എന്തായാലും ഉണ്ണിക്കിപ്പോൾ ഈ മന്ത് ഉണ്ണിയുടെ 2nd ബർത്ത്ഡേ ഒക്കെ വരണം. അപ്പോൾ അതിന് മുൻപ് പോയിട്ടൊന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന് കരുതി. ഹെയറിൻ്റെ കോലം കണ്ടില്ല ഇപ്പോഴത്തെ, ഭയങ്കര ഒരു പരിതാപകരമാണ്. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് വെട്ടാമെന്ന് കരുതി കൊണ്ടുപോയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വ്ളോഗായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതായിരിക്കും ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ നമ്മുടെ ഈ ഒരു എന്തായിരുന്നു, ഉണ്ണികളെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അതായത് ഉണ്ണിക്ക് ആ ഒരു ഷേക്ക് എടുത്ത സമയത്ത് ഞാൻ അങ്ങനെ പറയണ്ടല്ലോ, ഉണ്ണിക്കും കൂടിയും കൊടുക്കേണ്ടി വരുന്നത്. എനിക്കത് പിന്നെ എൻ്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ ഓവറായിട്ട് അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ അങ്ങനെ പറഞ്ഞത് അത് വേറെ ആൾക്കാർ എങ്ങനെ എടുക്കും, ഉണ്ണിക്കും കൂടിയും കൊടുക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ ഉണ്ണീനെ പിടിച്ചിട്ട് ഞാൻ അത് കഴിക്കാനിരിക്കുകയാണെങ്കിൽ അവനത് കൊടുക്കേണ്ടി വരും. ആ ഗ്ലാസ് അങ്ങനെ തന്നെ അവന് കൊടുക്കേണ്ടി വരും. പിന്നെ അത് അവിടെ പോവും, അത് തുടയ്ക്കും. പുതിയ ഷോപ്പാണ്, അവൻ ഫുള്ളൊരു കുഞ്ഞി കൊടുങ്കാറ്റാണ്. ഞാൻ അത്രയും ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് അവന് അത് കഴിക്കാൻ കൊടുക്കണേൻ്റെ വിഷമത്തിൽ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. അവനത് നമ്മളിങ്ങനെ കോരി കൊടുക്കുകയാണെങ്കിൽ അവൻ ആ കുപ്പിക്ക് വേണ്ടി, അതായത് ആ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് അവൻ വാശി പിടിക്കും. അത് അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവനത് അവിടെ ഒഴിക്കും, ആകെ അലങ്കോലാക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയതാണ്. എൻ്റെ വായിന്ന് വന്നൊരു തെറ്റുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. അല്ലാണ്ട് ഉണ്ണിക്ക് അത് കഴിക്കാൻ കൊടുക്കണതിൻ്റെ വിഷമം കൊണ്ടല്ല ഞാൻ അവന് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് സംസാരിക്കണതിൻ്റെ. എനിക്കറിയാം ഇതിപ്പോൾ അങ്ങനെ ആരും അങ്ങനെ മൈൻഡിൽ വെച്ചിരിക്കില്ല, ശ്രദ്ധിക്കില്ല എന്നൊക്കെ. പക്ഷെ വളരെ കുറച്ച് ചുരുങ്ങിയ ആൾക്കാരുണ്ട് നമ്മളെന്താ പറയണേന്ന് ഇങ്ങനെ അതിനുവേണ്ടി നമ്മുടെ വായിന്ന് എന്തെങ്കിലും വന്ന് തെറ്റ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് ഓവറാക്കി അലമ്പാക്കി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. പിന്നെ എനിക്ക് തന്നെ അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്നൊക്കെ ഒരു ഇത് വന്നു. പിന്നെ ചെറിയൊരു എക്സ്പ്ലനേഷൻ രീതിയിൽ പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഇപ്പോൾ അവന് കൊടുക്കണോണ്ട് വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. റെഡി ആവണേൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനെ വന്നിട്ടൊരു ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പകുതി വഴി വെച്ചിട്ടുള്ള മേക്കപ്പാണ് ഭയങ്കര ഒരു ഓവറായ പോലെ തോന്നുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഓലയുടെ ഒരു ക്രീം ഇട്ടു, പിന്നെ സൺസ്ക്രീൻ ഇട്ടു. ആ സൺസ്ക്രീനിലാണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. ന്യൂട്രോജനയുടെ സൺസ്ക്രീനാണ്. പിന്നെ കണ്ണൊന്ന് എഴുതി കൊടുത്തു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. ഇപ്പം തന്നെ എനിക്ക് എന്തോ ഒരു മാതിരി, എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാനേ തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. എന്നുവെച്ചാൽ മുടി വെട്ടും വേണം, കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങണം മറ്റന്നാൾ, അതായത് സൺഡേ ഉണ്ണിയുടെ മുട്ടടിക്കാൻ വേണ്ടി പഴനി കൊണ്ടുപോകണം. അപ്പോൾ അതിന് മുൻപ് കുറച്ച് പ്രിപ്പറേഷൻ കഴിക്കാനുണ്ട്. എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ ഒരിക്കലും പോകാനും തോന്നുന്നില്ല. ഭയങ്കര ഒരു ഡള്ളായ പോലെ, ഫേസൊക്കെ ഭയങ്കര ഒരു ടാൻ അടിച്ച് കരിവാളിപ്പോൾ വൃത്തിയില്ലാത്തൊരു പോലായ പോലെ തോന്നുക. ഈ ഡ്രസ്സ് മാറ്റേണ്ടി വരും തോന്നുന്നു അല്ലേ? നമുക്ക് വേറെ ഡ്രസ്സ് ഇടാം. എനിക്കൊരു കംഫർട്ടില്ലാത്ത പോലെ. ഞാൻ ഈ ഒരു ഉണ്ണിയുടെ ചോറുകൊണ്ട് ഈ ഡ്രസ്സ് ഇടാമെന്ന് കരുതിയത്. പക്ഷേ എനിക്ക് എൻ്റെ ഫേസും ഈ ഡ്രസ്സൊക്കെ കൂടി ഒട്ടും സൂട്ടാവാത്ത പോലെ തോന്നാം. അപ്പം ഞാനിത് പോയി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒതുക്കുള്ള എന്തെങ്കിലും ഇട്ടിട്ട് വരാം.
പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ട്വിൻസിൻ്റെ അമ്മമാരും റിലേറ്റീവ്സിലൊക്കെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, ഇവിടുത്തെ അംഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീടിനെടുക്കാം. അപ്പോൾ ഉണ്ണികളെ 2 പേരെയും അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. തൃശ്ശൂരുള്ള ഗ്രാവിറ്റി സലൂണിലേക്കാണ് പോയത്. അവിടെ ഇപ്പോൾ കറൻ്റ്ലി ഓഫേഴ്സൊക്കെ നടന്നു പോകുന്നുണ്ട്. അതായത് 500-ൻ്റെ ഉള്ളിൽ നമുക്ക് ഹെയർ കട്ടിങ്, ഹെയർ സെറ്റിങ്, ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഓഫറായി കരുതിയിട്ട് അവിടേക്ക് തന്നെയാണ് പോയത്. ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. യൂണിസെക്സ് സലൂൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു ചമ്മലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഹെയർ കട്ടിങ്ങിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടി വന്നിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ മുടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം പോയിരിക്കണം. ആ ഒരു മുടി ആ ഒരു ഹെയർ ഫോളായിട്ട് ഇങ്ങനെ ജട പിടിച്ച് നിൽക്കുമ്പോൾ എന്തോ തലയിലുള്ള പോലെ തോന്നിയിരുന്നു. ഇത് നല്ല ഹെയർ വാഷൊക്കെ ചെയ്ത് സെറ്റാക്കി തന്നപ്പോൾ തലയിൽ ഒന്നുമില്ല, ആകെ ഒന്നും 2 മുടി അത്രയേ ഉള്ളൂ. പക്ഷേ ചേട്ടൻ കിടന്ന് സൂപ്പർ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അത്ര സൂപ്പറായി തോന്നിയില്ല. വെറുതെ വെട്ടണ്ടായെന്ന് തോന്നി. എനിക്ക് ആ സമയത്ത് കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ഒരു മ്ലാനത പോലെയായിരുന്നു. അപ്പോൾ അവർ എന്നോട് ലെങ്ത്ത് കുറയ്ക്കുമ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അവർ ഇത്ര വെട്ടട്ടെ ചോദിച്ചു, ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ തല കെട്ടി അത്ര മാത്രമേ ഇരുന്നുള്ളൂ. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നെസ്റ്റോയിൽ കയറി. അവിടെയും ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്, ഹാഫ് പ്രൈസ് ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കയറിയിട്ട് എന്താണെന്നൊക്കെ നോക്കാൻ പോയി. അങ്ങനെ അവിടെ നിന്ന് വീട്ടിലേക്കുള്ള കുറച്ച് സംഭവങ്ങൾ വാങ്ങി. മാറ്റ്, അതുപോലെ കിച്ചൺ ക്ലീനർ ആൻഡ് ടവല്, പിന്നെ ടേബിൾ മാറ്റ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നല്ല ഓഫറിന് കിട്ടി. പിന്നെ ഫുഡ് ഐറ്റംസ് ആയാലും ഗംഭീര ഓഫറായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തന്തൂരി ചിക്കനൊക്കെ വാങ്ങിയിരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല പുറത്തുനിന്ന്. തിരിച്ച് വീട്ടിലെത്തി 4 മണി ആ ഒരു ടൈമിലാണ് ഫുഡ് കഴിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ന്യൂ ഇയർ ഒക്കെ വരാണല്ലോ. അപ്പോൾ 25-ൽ ഒരു ഡയറി വാങ്ങി. നമുക്ക് ടു ഡു ലിസ്റ്റും അതുപോലെ തന്നെ ഡയറി ഒക്കെ എഴുതാമെന്ന് കരുതിയിട്ട് കുറച്ചും കൂടി പ്ലാനഡ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഡയറി വാങ്ങി. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നോക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡയറിയൊക്കെ വാങ്ങാനായിട്ട്. എഴുതാറൊന്നുമില്ല, അങ്ങനെ വാങ്ങി ഇങ്ങനെ കയ്യിൽ വെക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഡയറി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പണ്ടേ തൊട്ട് ഇങ്ങനെ ഈ സംഭവങ്ങളോടൊക്കെ വലിയ താല്പര്യം കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ മാറ്റൊക്കെ സെറ്റ് അവിടെ നിന്ന് വാങ്ങിയത് വെറും 60 റുപ്പീസ് ഉള്ളൂ ടേബിൾ മാറ്റിനൊക്കെ. പിന്നെ ചേട്ടൻ്റെ വക കുറച്ച് സാൻഡ്വിച്ച്, പുഡിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിരുന്നു ഉണ്ണിക്കായിട്ടൊക്കെ. സാൻഡ്വിച്ച് ഇത് അവിടെ എപ്പോൾ പോയാലും ഞങ്ങൾ വാങ്ങുന്ന ഒരു സാൻഡ്വിച്ചാണ്. അടിപൊളിയാണ്. ജസ്റ്റ് 50 റുപ്പീസ് ഉള്ളൂ. നമുക്ക് അതിൽ സിംഗർ ചിക്കനും അതുപോലെ തന്നെ നല്ലൊരു ഫില്ലിങ്സൊക്കെ വെച്ചുള്ള നല്ല സാൻഡ്വിച്ചാണ്. പിന്നെ ഉണ്ണികൾക്ക് സ്നഗ്ഗി വാങ്ങിയിരുന്നു. നല്ല ഓഫറായിരുന്നു. 1100-ൻ്റെ ഞങ്ങൾക്ക് 520 റുപ്പീസിന് കിട്ടി. വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു. വേഗം തന്നെ ചേട്ടന് തിരിച്ച് ഗുരുവായൂർ പോകണമായിരുന്നു. അപ്പോൾ ചേട്ടൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഒരു 4:30 ആകുമ്പോഴേക്കും ഗുരുവായൂർക്ക് പോകാൻ നിൽക്കുകയാണിപ്പോൾ. ക്യാമറ ഉള്ളതുകൊണ്ടാണ് വേഗം പോയത്. അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് ഉണ്ണീനെ കുറച്ച് നേരം കളിപ്പിച്ച് അവനും കൂടിയും കൂടെ വരാറായി എന്ന് കാണുമ്പോൾ മാത്രമേ ആൾ പോകാറുള്ളൂ. ഉണ്ണി പിന്നെ രാവിലെ തൊട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് അവൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയത്. ആ ഒരു ടൈം ഞാൻ ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി എന്താ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നു. അപ്പോൾ ആമി ഉറങ്ങാണ്, കൊച്ചു ഉറങ്ങിയിട്ടില്ല. കൊച്ചു എൻ്റെ കൂടെ റൂമിൽ ബാക്കിൽ അവൻ കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ വല്ലപ്പോഴും നടത്തുന്ന ഹെയർ കട്ടല്ല, പിന്നെ ഹെയർ കട്ടൊക്കെ വല്ലപ്പോഴും ചെയ്യുമ്പോൾ ഇത്തിരി പ്രഹസനമൊക്കെ ആവാലോ. ഒരു കണക്കിന് ഷോർട്ടായി കിട്ടിയത് നന്നായി. എനിക്കിപ്പോൾ തീരെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാനൊന്നും പറ്റണില്ല. ഭയങ്കരമായിട്ട് നശിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഷോർട്ടായി കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നന്നായി നോക്കണം എന്ന് കരുതണം. നന്നായി തന്നെ നോക്കിയില്ലെങ്കിൽ ഇനി ഈ 1, 2 എന്നുള്ളത് വെറും 1 മാറാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. കണ്ടില്ലേ, ബാക്കിൽ കൊച്ചു വരുന്ന നല്ല കളിയാണ്. പിന്നെ അത് കഴിഞ്ഞു ഉണ്ണി ഉറക്കത്തിൽ നീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല വാശിയായിരുന്നു. അപ്പോൾ അവനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കസ്റ്റാർഡ് വാങ്ങിയിരുന്നു, കസ്റ്റാർഡിൻ്റെ ഫ്രൂട്ട് സലാഡ് വാങ്ങിയിരുന്നു. അപ്പോൾ അത് അവന് കൊടുത്തു. ആൾക്ക് ഇപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നല്ല വാശിയാണ്. അപ്പോൾ നമുക്ക് 3 പേര് ഇങ്ങനെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അമ്മയും ഞാനും എല്ലാവരും ഇരുന്നിട്ട് കൂടി ഇവരെ 3 പേരെ ഒതുക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. അപ്പോൾ ഉണ്ണികൾ 3 പേരും കിടന്ന് കളിക്കുകയാണിപ്പോൾ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ അതും എല്ലാവർക്കും ബൈ.